അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്നോട്, എന്താ ഉസ്താദേ എനിക്കിങ്ങനെ, എന്ത് ചെയ്തിട്ടും ഒരു കാര്യം കിട്ടണില്ല, എന്ത് ചെയ്തിട്ടും ഒരു ഫലം കിട്ടണില്ല, എത്ര ചൊല്ലിപ്പറഞ്ഞിട്ടും ഒരു ഫലം കാണുന്നില്ല, എന്താ എനിക്കിങ്ങനെ വരുന്നത്, വൈ മീ? എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം എന്നാണ് വൈ മീ. ഈ വൈ മീ എന്നത് മാറ്റിയിട്ട് ട്രൈ മീ എന്നാക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിരിക്കൽ നമ്മൾ എന്ത് ചെയ്യും, ഫയർ ഓടും, എഫ്, അതിൽ നിന്ന് ഓടി ഒളിക്കുക. ഇപ്പോൾ ഇതാ നായ കടിക്കാൻ വന്നാൽ പെട്ടെന്നൊരു പ്രശ്നമുള്ളത്, നായ നമ്മളെ കടിക്കാൻ വന്നാൽ ഒന്നിരിക്കൽ നമ്മൾ ഫയർ ഫ്ലൈ ചെയ്യും, ഓടും. അല്ലെങ്കിലോ ഫെയർ, പേടിച്ചിട്ട് അവിടെ നിൽക്കും, പേടിച്ചിട്ട്. അതല്ലെങ്കിൽ മൂന്നാമത്തത് ഫൈറ്റ്, 3 എഫാണ്. അതിൽ ലാസ്റ്റ് എഫ് എടുക്കുക, ഫൈറ്റ്. പ്രശ്നങ്ങളെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. ഫൈറ്റ് ചെയ്തിട്ടും നന്നാവില്ല, ഇത് ശരിയാവില്ല, ഞാൻ ഇത് ശ്രമിച്ചിട്ട് നന്നാവില്ല എങ്കിൽ പിന്നെന്തിനാ ടെൻഷൻ വെച്ചിട്ട് എന്താ കാര്യം, ഏതായാലും നന്നാവില്ല എന്നുണ്ട് വെക്കുക. അങ്ങനെ കൂളാവുക, ഏതായാലും ഇത് ശരിയാവില്ല, അത് അങ്ങനെ പോട്ടെ. അല്ലാതെ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് എന്താ ഉസ്താദേ എനിക്കിങ്ങനെ എന്ന് ചിന്തിക്കുന്നത് മാറ്റിയിട്ട് ഞാൻ അതിനെതിരെ നേരിടാൻ, ഫൈറ്റ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഫൈറ്റ് ചെയ്യുക എന്നതൊരു പ്രധാന വിഷയമാണത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ വേണ്ടെന്നറിയോ, നമ്മുടെ മനസ്സിനെ വലുതാക്കുക, വിശാലമായൊരു ചിന്ത വരിക. എല്ലാ കാലത്തും എനിക്ക് പ്രശ്നം, ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രശ്നം ഉണ്ടാവരുത്, ദുഃഖം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നത് മാറ്റുക. അത് ഏതായാലും നടക്കാത്ത കാര്യമാണല്ലോ. എപ്പോഴും സന്തോഷം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നടക്കൂല, ലോകത്തൊരാൾക്കും നടക്കൂല. അന്നെങ്ങനെ കരുതാൻ പാടില്ല. പക്ഷെ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യരുത്, ഓടി ഒളിക്കരുത്, നേരിടാൻ പഠിക്കണം. ഡേ ടു ഡേ ഓരോ പ്രശ്നങ്ങളുണ്ടാകും, അതിനെ ചലഞ്ചോടുകൂടെ നേരിടാനാണ് അതിൻ്റെ സൊല്യൂഷൻ. അതാണ്, എന്ത് പ്രശ്നം വന്നാലും സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അതിനെ നേരിടുക എന്നുള്ളതാണ്. അതിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് തലപുണ്ണാക്കി ബേജാറായി ടെൻഷനായി ഇരിക്കുന്നത് മാറ്റിയിട്ട് അതിനെ നേരിടാൻ പഠിക്കുക. അതിന് നേരിടാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ അത് ആലോചിക്കുക. ചില ആളുകൾ കുറേ ഇരുന്ന് കരയും. ഓക്കെ, കരഞ്ഞോളൂ, ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് നന്നായിട്ട് കരഞ്ഞോളൂ. കരഞ്ഞിട്ടാണോ പ്രശ്നം തീരണമെങ്കിൽ അങ്ങനെയാണ്ട് തീരട്ടെ. ഉദാഹരണം, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ കരയുമ്പോൾ നമ്മുടെ പ്രശ്നം തീരും, നമുക്ക് ഒരു ആയാസം വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ കരഞ്ഞു തീർക്കാൻ പറ്റുന്നത് കരഞ്ഞു തീർക്കണം. ഒന്നും എന്ത് ചെയ്യരുത്, മനസ്സിൽ ഒരുപാട് കാലം താലോലിച്ച് കൊണ്ട് നടക്കരുത്. അത് നമുക്ക് പല പ്രശ്നങ്ങളിലേക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ വരൂ. ഒരു പ്രശ്നം വന്നാൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ എന്താണ് മാർഗം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് തിരിച്ചു വരാൻ എന്താണ് മാർഗം, അത് ആലോചിക്കുക. ആലോചിച്ച് അത് നേടിയെടുക്കാനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വന്തമായി തന്നെ ഒരു മനക്കരുത്തുണ്ടാക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം ഉണ്ടാകുന്നത്. അത് നമുക്ക് ജീവിതത്തിന് വലിയ ഉന്മേഷമാണ് ഉണ്ടാവുക. അത് മനസ്സിലാക്കണം. എപ്പോഴും സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. സന്തോഷം ഉണ്ടായി തന്നെ ഒരു ജീവിതം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതൊക്കെ ജീവിതത്തിൽ എനിക്ക് വരേണ്ടത് തന്നെയാണ്. അതിനൊക്കെ പോസിറ്റീവോടുകൂടെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. ഹൃദയത്തെ ഒന്ന് വിശാലമാക്കുക. കുടുസായ ചിന്തയിൽ നിന്ന് മനസ്സിനെ വിശാലമാക്കുക. ഇടിഞ്ഞു കിടക്കുന്ന മനസ്സിനെ വിശാലമാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുക, ഉലാത്തി നടക്കുക, കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുക, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കുക. ഇങ്ങനെ മനസ്സിനെ ആയാസപ്പെടുത്തണം, സുഖപ്പെടുത്തണം. മനസ്സിന് രോഗം വരുത്തരുത്. മനസ്സിന് രോഗം വന്നാൽ നമ്മൾ വിചാരിച്ചിടുന്നൊക്കെ പിടുത്തം വിടും. ഒരൊറ്റ ബ്രെയിൻ മതി,
പ്രശ്നങ്ങൾ രൂക്ഷമായി അവസാനം ബ്രെയിനിന് ഒരു ചെറിയ പ്രയാസം വന്നാൽ അത് മാനസിക രോഗമായി മാറുകയാണ്. അങ്ങനെ വന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ മുൻകൂട്ടി നമ്മൾ തയ്യാറെടുക്കണം. അല്ലാഹു തആല നമുക്ക് നല്ലതൊക്കെ ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും തൗഫീക്ക് നൽകട്ടെ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു തആലയാണ് നമ്മെ നിയന്ത്രിക്കുന്നവൻ. ഇന്നല്ലാഹ മഅന, അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് കണ്ണ് തന്ന്, കാല് തന്ന്, നടക്കാൻ കൈ തന്ന്, സംസാരിക്കാൻ കൈ, നാവ് തന്ന്, പ്രവർത്തിക്കാൻ കൈ തന്നു, ശ്വസിക്കാൻ വായു തന്ന്, ഇങ്ങനെയൊക്കെ തരുന്ന റബ്ബ് എൻ്റെ മുന്നിലുണ്ടല്ലോ. ഇന്നല്ലാഹ മഅന. അവരിലേക്ക് തവക്കുൽ അലല്ലാഹ് 100%, 100% റബ്ബിലേക്ക് തവക്കുലാക്കുന്ന ഒരു നല്ല മനസ്സ് അവിടെ അങ്ങ് അടിച്ച് പൊളിച്ചുണ്ടാക്കിയാൽ അതിന് മാത്രമേ മനസ്സിന് സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ക്രമേണ ഇല്ലാണ്ടായിത്തീരും. പരിഹരിക്കാതിരിക്കട്ടെ, പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കാൻ കഴിയണം. ഒന്ന് ശ്രമിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.